കുടുംബം, സമ്പത്ത്, അഭിമാനം, ആരോഗ്യം ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇവ. ഈ നിഅമത്തുകളെല്ലാം നമുക്ക് നിലനിൽക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ ഒരു ദുആയെ ഒരു തവണയെങ്കിലും നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖ്തിക. പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദുമാരെല്ലാം എല്ലാ നിസ്കാരശേഷങ്ങളിലും ആദത്തായി വരുന്ന ദുആകൾക്ക് ശേഷം ഈ ദുആഇനെ പതിവാക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖ്തിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക ഒരുമിച്ച് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക എന്നും, നമ്മൾ സ്വന്തമായി പ്രാർത്ഥന നടത്തുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക എന്നാണ് ദുആ ചെയ്യാറ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഒരുപാട് നിഅമത്തുകളുണ്ട്. നമ്മുടെ ആരോഗ്യവും അഭിമാനവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും സമ്പാദ്യവും എല്ലാം നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്. ആ നിഅമത്തുകൾക്ക് ശുക്റായി ആ നിഅമത്തുകൾ നിലനിൽക്കാൻ വേണ്ടി സദാസമയവും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, സമ്പാദ്യം നഷ്ടപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ നിഅമത്തുകൾ, അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ എല്ലാ നിഅമത്തുകളും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതുപോലെ തന്നെ കണ്ണേറ് ബാത്തിലാകാനുള്ള, ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ, ശാരീരികമായ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ, മാനസികമായ വിഷമങ്ങൾ മാറിക്കിട്ടാനുള്ള ഏലസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലുണ്ട്. ഒരുപാട് ആളുകൾ കണ്ണേറ് ബാത്തിലാകാനും ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കാനും വേണ്ടി അത് സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കണ്ണേറുകളിൽ നിന്നും ജീവിത പരാജയങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.